ഈ വഖഫ് നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മുനമ്പം സംഭവത്തോട് കൂടിയിട്ടാണ്. ആദ്യമായിട്ട് ഈ വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ദൈവമായിട്ടുള്ള അള്ളാഹുവിന് സമർപ്പിക്കുന്ന സ്വത്തിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതങ്ങ് ഷർഷയുടെ കാലം മുതൽ ഈ വഖഫ് എന്ന് പറയുന്ന വഖഫ് പ്രോപ്പർട്ടി, വഖഫ് വസ്തുവകകൾ ഇന്ത്യയിലുണ്ട്. പണ്ട് രാജാക്കന്മാരൊക്കെ വഖഫ് ചെയ്യും. അപ്പോൾ പിന്നെ അന്നത്തെ കാലത്ത്, ഒരു കാലത്ത് നമുക്കറിയാം, ഇന്ത്യ മുഗളന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജ്യം തന്നെ ആ രാജാക്കന്മാരുടെ ആയിരുന്നു. പിന്നീട് അത് മാറി ഇംഗ്ലീഷുകാരുടെ ഭരണം വന്നു, പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, പിന്നെ ബ്രിട്ടീഷ് ഭരണം വന്നു, പിന്നെ ജനാധിപത്യ ഭരണം വന്നു. ഇങ്ങനെ വന്നപ്പോഴൊക്കെ തന്നെ ഈ വഖഫ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ ഇന്ത്യയിലുണ്ടായി. അതിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാർ 1913 ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു. ഈ വഖഫ് പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഗുലേഷൻ 1913 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കി ഇന്ത്യയിൽ നടപ്പാക്കി. അങ്ങനെയാണ് ഒരു വഖഫിന് ഒരു നിയമം ഇന്ത്യയിൽ വരും 1913. പിന്നീട് അത് 1923 അത് വീണ്ടും അത് ഭേദഗതി വരുത്തി കുറച്ചും കൂടി കൂടുതൽ ഏരിയകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിയമം കുറച്ചുകൂടി സമഗ്രമാക്കി. പിന്നെ അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച് ഇന്ത്യൻ ഭരണഘടന വന്ന് 50 ഭരണഘടന വന്നു. പിന്നീട് 55 ഇന്ത്യ ഗവൺമെൻറ് ഒരു വഖഫ് നിയമം ഉണ്ടാക്കി. ആ നിയമത്തിന് വഖഫ് പ്രോപ്പർട്ടിയെക്കുറിച്ചും അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടൊരു സമഗ്രമായിട്ടുള്ള നിയമം ഉണ്ടായി. അപ്പോൾ പിന്നീട് ആ നിയമത്തിനുള്ള ചില പോരായ്മകളൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് 1995 കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് ഒരു സമഗ്രമായിട്ടുള്ളൊരു ഭേദഗതി വരുത്തി. ആ ഭേദഗതിയിലൂടെയാണ് ഈ വഖഫ് നിയമം വളരെ വ്യവസ്ഥാപിതമായിട്ട് ഇന്ത്യയിൽ മാറുന്നത്. അതിനകത്ത് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, 40-ാം വകുപ്പ് അനുസരിച്ചിട്ട് ഒരു വസ്തു അത് വഖഫ് വസ്തുവാണെന്ന് വഖഫ് ബോർഡിന് തോന്നുകയാണെങ്കിൽ അവർക്കതിനകത്ത് പ്രൊസീഡ് ചെയ്യാം. ഈ വസ്തു വഖഫ് വസ്തുവാണെന്ന് പറഞ്ഞ് അവർക്ക് നോട്ടീസ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വഖഫ് വസ്തുവാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം വഖഫ് ബോർഡിനില്ല. ആ വസ്തു വഖഫ് വസ്തു അല്ല എന്ന് തെളിയിക്കേണ്ടത് അവിടുത്തെ കുടിയാൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മളുടെ പൊതുവായിട്ടുള്ള നമ്മളുടെ മറ്റുള്ള നിയമങ്ങൾക്കും അതുപോലെ ഭരണഘടനയ്ക്കൊക്കെ തന്നെ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു അക്കാഡമിക് തലത്തിൽ ചിന്തിക്കുമ്പോൾ അതിനെതിരാണെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടെന്നാലും ഞാൻ പെട്ടെന്ന് മനസ്സിലാവും ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ദേവസ്വത്തിന് കുറേ വസ്തുക്കളുണ്ട്. ദേവസ്വത്തിൻ്റെ വസ്തു അന്യാധീനപ്പെട്ടു, വേറെ ആൾ കൈവശം വെച്ചു. സ്വാഭാവികമായിട്ടും ദേവസ്വത്തിന് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ദേവസ്വത്തിൻ്റെ വസ്തുവാണെങ്കിൽ അവർ കോടതിയിൽ അത് ദേവസ്വത്തിൻ്റെ വസ്തു ആയിരുന്നുവെന്നും അതിന് കൃത്യമായിട്ടുള്ള റെക്കോർഡുണ്ടെന്നും ഇന്ന റെക്കോർഡ് പ്രകാരം അവരുടെ കൈവശമാണെന്നും അത് കൈവശമായിരുന്നുവെന്നും ഇപ്പോൾ വേറൊരാൾ കൈവശം വച്ചേക്കുകയാണെന്നും പറഞ്ഞ് സാധാരണ നമ്മുടെ സിവിൽ കോടതികളിൽ കേസ് കൊടുത്ത് സ്ഥാപിച്ചെടുത്ത് നടത്തിയെടുക്കണം. എന്നാൽ മാത്രമേ വസ്തു ദേവസ്വം ബോർഡ് തിരിച്ചു കിട്ടൂ. പക്ഷേ ഈ വഖഫ് നിയമം വന്നു കഴിഞ്ഞപ്പോൾ അതിന് നേരെ തിരിഞ്ഞായി. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ കൈവശക്കാരനാണ്. ഇത് വഖഫ് വസ്തു അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവ് വഖഫ് ബോർഡിന് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ വസ്തു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്കൊരു റീസൺ ടു ബിലീവ്, അങ്ങനെ വിചാരിക്കാൻ, ഇതൊരു വഖഫ് വസ്തുവാണെന്ന് വിചാരിക്കാനുള്ള ഒരു കാരണമുണ്ടെങ്കിൽ അവർക്കത് പറയാം. അപ്പോൾ കുറച്ച് വലിയ വ്യാപ്തിയുള്ളതാണ് അധികാരം. അപ്പോൾ ആ അധികാരം വെച്ചുകൊണ്ട് വഖഫ് ബോർഡ് പല സ്ഥലത്ത് നോട്ടീസ് കൊടുക്കുകയും നോട്ടീസ് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അല്ല എന്ന് തെളിയിക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പം അങ്ങനെ ഒരുപാട് ലിറ്റിഗേഷൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ അതിനകത്ത് ആ നിയമം നടപടികളുടെ കാര്യത്തിലും ചില വ്യത്യാസങ്ങളുണ്ടായി. ഇപ്പം ഞാനാദ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ദേവസ്വത്തിൻ്റെയോ ഒരു പള്ളിയുടെയോ ചർച്ച് പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് സാധാരണ സിവിൽ കോടതികൾ വഴി, മുനിസിപ്പൽ കോടതിയാണ്, സിവിൽ കോടതികൾ വഴി വ്യവഹാരം നടത്തി വേണം അതിന് തീരുമാനമെടുക്കണം. പക്ഷേ വഖഫ് പ്രോപ്പർട്ടിക്ക് അത് വേണ്ട, അതിന് സിവിൽ കോടതിക്ക് അധികാരമില്ല. അതിന് പ്രത്യേകിച്ചൊരു വഖഫ് ബോർഡ് ഉണ്ടാക്കി. ആ ബോർഡിന് കുറച്ച് അധികാരങ്ങളുണ്ട്. പിന്നെ ട്രിബ്യൂണൽ ഉണ്ടാക്കി. ആ ട്രിബ്യൂണലിന് അധികാരമുണ്ട്. പിന്നെ അതിന് പുറത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ അപ്പീലൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളിൽ അപ്പീലില്ലാത്തതുണ്ട്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ പൊതുവെ നമ്മളിപ്പോൾ ഈ 2024 ഇന്ത്യൻ ഭരണഘടനയൊക്കെ സാമാന്യമായിട്ട് പഠിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു പോളിസി എന്താ? ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതൊരുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാവരും തുല്യരാണ്. ആ തുല്യതയ്ക്ക് വേറെ ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില സംവരണം പോലുള്ള കാര്യങ്ങളൊക്കെ ഭരണഘടന തന്നെ ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളിൽ
നമ്മൾ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള വ്യവഹാര കാര്യങ്ങളിലൊക്കെ തന്നെ, അല്ല അവസരങ്ങളുടെ കാര്യത്തിൽ എല്ലാത്തിലും തുല്യരാണെന്നുള്ളതാണ്. ആ തുല്യതയ്ക്ക് ചില നമ്മളൊരു അക്കാഡമിക്കായിട്ട് നോക്കുമ്പോൾ ഇതിനെതിരല്ലേ എന്നുള്ള രീതിയിലുള്ള വലിയ രീതിക്കുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പരിധി വരെ നമ്മൾക്ക് ഈ വഖഫ് നിയമത്തിൻ്റെ 995 അമെൻമെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക അവകാശം വഖഫ് പ്രോപ്പർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള മതങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഉള്ള പരിരക്ഷയെ കൂടുതൽ വഖഫ് പ്രോപ്പർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സാമാന്യമായിട്ടുള്ളൊരു വായനയിൽ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്നാണ് തർക്കം ഉത്ഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അപ്പം നമ്മൾ ഒരു യുക്തിവാദി എന്ന രീതിക്ക് നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിനെതിരെ പ്രോപ്പർട്ടി, ദൈവത്തിനെതിരെ വസ്തുവകൾ, ദൈവം ഇതെല്ലാത്തിൻ്റെ ഉടമസ്ഥല്ലേ, ദൈവത്തിന് നമ്മളില്ലേ മനുഷ്യനെ വസ്തു കൊടുത്തിട്ട് വേണ്ടല്ലോ. അത് പണ്ട് ഏറ്റുമാനൂർ ഈ വിഗ്രഹം 7 പൊന്നാന സ്റ്റീഫൻ എന്ന് പറയുന്നൊരു കള്ളൻ അതേപടി കണ്ടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നയനാർ ചോദിച്ചു, ഭഗവാൻ എന്തിനാ പാറാവെന്ന് ചോദിച്ചു. ഭഗവാൻ എന്തിനാ പാറാവ്? ഭഗവാനെ സ്വന്തം രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ രക്ഷിക്കാമെങ്കിൽ പിന്നെ ഭഗവാനെ എന്തിനാ നമ്മൾ പോലീസ് കേരളത്തിൻ്റെ പോലീസ് രക്ഷിക്കണേ? ഭഗവാൻ എന്തിനാ പോലീസെന്ന് പാറാവെന്ന് നയനാർ സ്വതന്ത്രമായിട്ടുള്ള ശൈലിയിൽ ചോദിച്ചു. എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ചോദിക്കാൻ ദൈവത്തിന് എന്തിനാ ഭൂമി? അതും നിസ്സാര ഭൂമിയൊന്നും അല്ലല്ലോ, ഇവിടെ കണക്ക് വായിച്ചല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു നിയമത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഏതായാലും നിയമമാണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ. അപ്പോൾ നമുക്കിനി മുനമ്പത്തേക്ക് വരാം. ഈ മുനമ്പത്ത് സംഭവിച്ചത് 1902 അന്നത്തെ രാജാവ് സത്താർ സേട്ട്. ഈ അബ്ദുൽ സത്താർ സേട്ട് അങ്ങനെ ഈ നമ്മുടെ ഗുജറാത്തിൽ നിന്ന് കച്ച് മെമൻ ഫാമിലിപ്പെട്ട ആൾക്കാരാണ്. ഈ കച്ച് മെമൻസ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ കച്ച് മെമൻസ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഈ ബിസിനസ് കാര്യങ്ങൾ താല്പര്യമുള്ളവരും, അങ്ങനെ ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കൊച്ചിയിലേക്ക് ഒന്ന് സെറ്റിൽ ചെയ്ത ഫാമിലിയുണ്ട്. അതാണ് കച്ച് മെമൻസ് എന്ന് പറയുന്നത്. അവരുടെ ആരാധനാ രീതികൾ പോലും വ്യത്യാസമുണ്ട്. സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഈ കച്ച് മെമനിൽപ്പെട്ട ആളുകളാണ്. അവരൊക്കെ തന്നെ വലിയ സമ്പന്നരായിരുന്നു. അപ്പം അങ്ങനെ അവർ ഒരുപാട് രാജാവൊക്കെ ആയിട്ട് രാജാക്കന്മാരൊക്കെ ആയിട്ട് രാജകൊട്ടാരമൊക്കെ ആയിട്ട് ട്രേഡിങ് നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ കൃഷി ചെയ്യാനായിട്ട് ഒരു 1902 ഈ 404 ഏക്കർ 404.8 ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുക്കുക. അത് ലീസിന് കൊടുത്തേക്കണെയാണ്. ആ ലീസിന് കൊടുത്ത വസ്തു പുള്ളിക്കത് അവിടെ കൃഷി ചെയ്യാനും മറ്റും പറ്റിയില്ല. അവിടെ പിന്നെ അന്നത്തെ കാലത്ത് മുനമ്പം എന്ന് പറഞ്ഞ് വളരെ അത്രയ്ക്ക് വാഹന സൗകര്യം ഇന്നത്തെ മാതിരി ഇല്ല. ബോട്ടിലും വള്ളത്തിലൊക്കെ പോകണം. ഇന്നത്തെ മാതിരി റോഡും പാലങ്ങളൊന്നും ആയിട്ടില്ല. ഒരു ദ്വീപ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പുള്ളിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അത് പുള്ളിക്ക് ഒരു അതിസമ്പന്നനായിരുന്നു. അദ്ദേഹം അത് 1950 നവംബർ 1-ാം തീയതി ഡീഡ് ഒരു ഡീഡ്, ആ ഡീഡിന് ഇപ്പോൾ വഖഫ് ഡീഡ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ബോഡി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതൊരു ദാനമായിട്ടാണ് നമുക്ക് മനസ്സിലാകുക. ഈ ഗിഫ്റ്റ് ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന കോളേജിൻ്റെ അസോസിയേഷൻ മാനേജ്മെൻറ്റാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ. അത് കോഴിക്കോടുള്ള ഫറൂഖാണ്. അത് ആദ്യകാലം മുതൽ മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത് MES ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ വന്നൊരു സ്ഥാപനമാണ്. അത് വലിയൊരു ബോഡിയാണ്. അവർക്ക് ആ സ്ഥാപനത്തിന് വഖഫ് ചെയ്തതാണ്. അത് വഖഫ് ചെയ്യുന്നുവെന്ന് അതിനകത്ത് 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 തർക്കങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ വഖഫ് ചെയ്യുന്ന വസ്തുവിനകത്ത് അത് നമ്മളുടെ കൈവശത്തിലുള്ള ഭൂമിയായിരിക്കണം. പിന്നെ നമ്മളുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഭൂമിയായിരിക്കണം. അപ്പോൾ ഇതൊരു പ്രശ്നം. ഇതൊരു പാട്ടഭൂമിയാണ്. അതുകൂടാതെ ഈ 950 അവിടെ കുടിയാന്മാരുണ്ട്. കുറേ ആളുകൾ അവിടെ കുടിൽ വെച്ച് കെട്ടി താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങേരുടെ കൈവശം എന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി അവിടെ കുറേ കുടിയാന്മാരുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിന് വിരുദ്ധമായിട്ടാണ്. അത് പൂർണ്ണമായിട്ട് പുള്ളിയുടെ കൈവശമില്ല. പിന്നെ അത് പാട്ടഭൂമിയാണ്. ഈ 2 കണ്ടീഷൻസ് ഈ വഖഫ് ചെയ്യുന്നതിന് വിരുദ്ധമാണ്. വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ പാടില്ല. ഒന്ന്, ഒരാളുടെ വസ്തു പൂർണ്ണ കൈവശത്തിലായിരിക്കണം. പിന്നെ ആ വസ്തു അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഒരു ഉടമസ്ഥാവകാശത്തിൽ യാതൊരു തർക്കവും പാടില്ല. അപ്പോൾ ഇത് 2 വിരുദ്ധമായിട്ടാണ് പാട്ടവസ്തുവാണ്. പിന്നെ അവിടെ കുടിയാന്മാരുണ്ടെന്നുള്ളത്. ഏതായാലും പുള്ളി 950 ഗിഫ്റ്റ് ചെയ്തു. പിന്നെ ആ ഗിഫ്റ്റിൻ്റെ ഈ വഖഫിൻ്റെ കാര്യത്തിൽ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അബ്സല്യൂട്ടായിരിക്കണം. അവസാനമായിട്ടുള്ള ഒരു ദാനമായിരിക്കണം, അല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കണം. ഇതിന് അതിനകത്ത് പിന്നെ കണ്ടീഷൻസ് പാടില്ല. ഇതിനകത്ത് 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന്, ഈ വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് ഈ ഭൂമി കൊടുത്തിട്ടുള്ളത്.
അതെന്തെങ്കിലും കാരണവശാൽ അത് നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് ഭൂമി തിരിച്ചെടുക്കാമെന്നൊരു കണ്ടീഷനുണ്ട്. പിന്നെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നും അതിനകത്ത് പറയുന്നുണ്ട്. വസ്തു വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ കണ്ടീഷൻസൊക്കെ തന്നെ വഖഫ് ചെയ്യുന്നതിന് വിരുദ്ധമാണ്. അപ്പം അതുകൊണ്ട് ഈ 950 ചെയ്ത ആധാരം അത് വഖഫല്ല, അതൊരു ഗിഫ്റ്റ് മാത്രമാണെന്നുള്ളതാണ് ഒരു തർക്കം. ഇപ്പോൾ നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ളവരൊക്കെ തന്നെ വളരെ വസ്തു പറഞ്ഞിട്ടുണ്ട്. അതിന് വേറൊരു രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഫറൂഖ് കോളേജുകാരുടെയും തർക്കം, അവരും പറയുന്നത് ഗിഫ്റ്റാണെന്നാണ് പറയുന്നത്, വഖഫാന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഏതായാലും ഈ വസ്തു 950 വഖഫ് ചെയ്തു. ഇവരിവിടെ ഒന്നും അന്വേഷിച്ചില്ല. അവരാദ്യം 1-2 ഏതോ ഒരു നോട്ടക്കാരനെയൊക്കെ വെച്ചു, പിന്നെ അതങ്ങനെ വെച്ചില്ല. പിന്നെ അതിനകത്ത് ഒരുപാട് കയ്യേറ്റങ്ങൾ വന്നു. 968 ഒക്കെ ആയപ്പോഴത്തേക്കും കുറേ കയ്യേറ്റങ്ങളായി. പിന്നെ അപ്പോഴത്തേക്ക് ഇവർ കേസ് കൊടുത്തു. പിന്നീട് ഒന്ന് കേസ് കൊടുത്തു. കേസ് ഇപ്പോൾ പറവൂർ സബ് കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് 71 ആ കേസ് വിധിയായി. പക്ഷേ ആ കേസിനകത്ത് അന്നത്തെ ജഡ്ജി കണ്ടത് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്നും, അപ്പോൾ അതിനകത്ത് എല്ലാ തർക്കങ്ങളും, ഈ കുടിയെടുപ്പ് തർക്കങ്ങൾ, എല്ലാ തർക്കങ്ങളും എടുത്തൊരു കേസായിരുന്നു അത്. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം ആ സബ് ജഡ്ജി അദ്ദേഹം കണ്ടത് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കണ്ടു, നിയമപ്രകാരം കണ്ടു. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതിയിൽ അപ്പീലിലും ഇത് സ്ഥിരപ്പെടുത്തി. ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് കോടതി കണ്ടു. അപ്പോൾ നമ്മൾ എന്തൊക്കെ തർക്കങ്ങൾ പറഞ്ഞാലും ഈ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് 971 പറവൂർ സബ് കോടതി വിധി പ്രകാരവും പിന്നീടുള്ള ഹൈക്കോടതി വിധി പ്രകാരവും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സെറ്റിൽഡ് പൊസിഷൻ അതാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ വന്നു. അപ്പോഴത്തേക്കും ആളുകൾ വസ്തു മുഴുവൻ പലരുടെയും കയ്യിലായിപ്പോയി. അപ്പോൾ അതിനുശേഷം ഒരു അഡ്വക്കേറ്റ് പോളിന് ഈ കേസ് നടത്താനും പറ്റും ഇവർ ഒരു പവർ ഓഫ് ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മുക്തിയാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നീട് ഇവരൊക്കെ അവിടെ നിന്ന് ഒഴിവാകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് ചർച്ച ചെയ്തു. ഇവർക്കൊക്കെ തന്നെ ഇവരെന്ത് ചെയ്തു, ഈ ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഈ വസ്തുവൊക്കെ അവർക്ക് തീരെഴുതി കൊടുത്തു, തീരാതെ എഴുതി കൊടുത്തു. ഈ പ്രോപ്പർട്ടിയൊക്കെ അവർ ഇപ്പോൾ അവിടെ കൈവശമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ഫറൂഖ് കോളേജിന് പൈസ കൊടുത്ത് ആധാരം എഴുതി മേടിച്ചവരാണ്. അത് വെറും പൈസ, അന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ മാർക്കറ്റ് വിലയേക്കാളും ഏതാണ്ട് ഒരു 60 മുതൽ 100% വരെ, ഏതാണ്ട് ഇരട്ടി വിലയ്ക്കാണ്. എന്നിട്ട് വെറും നിസ്സാര വിലയ്ക്കല്ല, ബിച്ചർ പ്രൈസിനല്ല. അന്ന് സെൻറ്റിന് 120 രൂപ ഉണ്ടെങ്കിൽ 250 രൂപയ്ക്കാണ് അവർ ആദായം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ കുടിയെടുപ്പുകാരല്ല, അവർ അവകാശികളാണ്. അവരൊക്കെ തന്നെ ഈ പറയുന്ന വസ്തു കാശ് കൊടുത്ത് മേടിച്ചാണ്. അവിടെ ഇപ്പോൾ 404 ഏക്കറിൽ കുറേ വസ്തു കടലെടുത്ത് പോയി. അത് 40 ഏക്കറാണെന്നും പറയുന്നുണ്ട്, 100 ഏക്കറാന്ന് പറയേണ്ടത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അത് നല്ലൊരു 100ഓളം ഏക്കർ വസ്തു ഇപ്പം ഇല്ല, അത് കടലെടുത്ത് പോയി. പിന്നെ ബാക്കിയുള്ളിടത്ത് വീടുകളുണ്ട്. അപ്പോൾ 620 വീടുണ്ടെന്നാണ് ഇപ്പോൾ സമരം ചെയ്യുന്നവരുടെ അവകാശവാദം. പക്ഷേ അത് എതിർക്കുന്നവർ പറഞ്ഞാൽ അത്രയോ ഇല്ല, 240 ഉള്ളൂ, അങ്ങനെയുണ്ട്. പക്ഷേ നമ്മൾ ഏതായാലും അതിന് കണക്കൊന്നും ഈയിടെ ഒന്നും എടുത്തിട്ടില്ല. ഏതായാലും കുറേ വീടുകളുണ്ട് അവിടെ. പക്ഷേ അതിനകത്തുള്ളൊരു ഒരു 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 ധാർമ്മികമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ താമസിക്കുന്നവർ, അതിപ്പോൾ അവിടെ താമസിക്കുന്നവരായിട്ട് അവിടെ ഹോട്ടലോ റിസോർട്ടോ ചെയ്യുന്നവരാണ്. ഈ റിസോർട്ട് നടത്തുന്നവരും അവരും പൈസ കൊടുത്ത് ഈ പറയുന്ന അന്ന് ഈ 72-73 കാലഘട്ടങ്ങളിൽ കാശ് കൊടുത്ത് മേടിച്ച ആളുകളിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചവരാണ് റിസോർട്ടുകാർ. അല്ലാണ്ട് റിസോർട്ടുകാർ അവിടെ ബലമായിട്ട് കയ്യേറിയവരല്ല. അവിടെ നിന്നുള്ള ആളുകൾ ഭൂമി പിന്നീട് ഈ 980-കളിൽ 90-കളിലൊക്കെ തന്നെ റിസോർട്ടിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ട് അവിടെ ഡിമാൻഡ് സ്ഥലത്തിന് വില കൂടി അവർക്ക് റിസോർട്ടുകാർക്ക് വിറ്റു. അവരവിടെ റിസോർട്ട് നടത്തുന്നുണ്ട്. ആ റിസോർട്ടുകാർ ഇല്ലീഗലല്ല, അവർ പൈസ കൊടുത്ത് ഈ നാട്ടിലുള്ള വ്യവസ്ഥ പ്രകാരം പൈസ കൊടുത്ത് തീരാധാരം എഴുതി മേടിച്ച ആൾക്കാരാണ് ഈ റിസോർട്ടുകാർ. അപ്പം പിന്നെ അവിടെ പള്ളി പണിതു, ഒരു അമ്പലം പണിതു, ഇതൊക്കെ ഉണ്ട്. അപ്പം അതിനകത്തുള്ളൊരു ഒരു തർക്കം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിലവിലുള്ള ആളുകൾ പൈസ കൊടുത്ത് മേടിച്ചേക്കുന്ന വസ്തുവാണ്, അവർക്ക് അതിനകത്ത് ലീഗലായിട്ട് റൈറ്റ് ഉണ്ട്. അതേ സമയത്ത് ഈ വിധി പ്രകാരം ആ വസ്തു വഖഫ് വസ്തുവാണെന്ന് കണ്ടു. വഖഫ് വസ്തുവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വിൽക്കാൻ അവകാശമില്ല. അപ്പോൾ ഈ സത്താർ സേട്ടിൻ്റെ അനന്തരാവകാശികളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് 1-2 ബ്രാഞ്ചുകാർക്ക് അത്യാവശ്യം പൈസ ഉള്ളവരാണ്. പൈസ തീരെ ഇല്ല, കയറിക്കിടക്കാൻ സ്ഥലമില്ലാത്ത ആളുകൾ പോലും ഇദ്ദേഹത്തിൻ്റെ 2ാം തലമുറയിലെ ആളുകൾ ഇപ്പോഴും കൊച്ചിയിലും എറണാകുളത്തൊക്കെ ആയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ വസ്തു തിരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ടെങ്കിൽ അവർ
അവർ ദാനം കൊടുത്തതാണ്. അപ്പോൾ അത് എഡ്യൂക്കേഷൻ പർപ്പസിലാണ് 1950 അവരുടെ ഗ്രാൻഡ് ഫാദർ ദാനം കൊടുത്തത്. പക്ഷേ അവർ വസ്തു വിറ്റു, അതുകൊണ്ട് ആ ദാനം ക്യാൻസലായി, അതുകൊണ്ട് വസ്തു തിരിച്ചു കിട്ടും. അത് 1950 ആധാരത്തിൽ പറഞ്ഞേക്കാണ്. എന്തെങ്കിലും കാരണവശാൽ ഈ ദാനത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭൂമി തിരിച്ചെടുക്കാമെന്ന് ഈ ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരൊരു ക്ലെയിം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു നിയമപരമായിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ അവിടെ ഈ താമസിക്കുന്ന ആളുകളുടെ അവരെക്കുറിച്ച് പറഞ്ഞാൽ അവർ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, അവർ പൈസ കൊടുത്ത് ഭൂമി മേടിച്ചവരാണ്. പക്ഷേ നിയമത്തിൻ്റെ നൂലാമല വെച്ച് നോക്കുമ്പോൾ 1971 വിധിയും പിന്നെ ഹൈക്കോടതി വിധി അനുസരിച്ച് നോക്കുമ്പോൾ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണ്. വഖഫ് പ്രോപ്പർട്ടിയാണ് അസന്നിഗ്ധമായിട്ട് ഈ താഴത്തെ കോടതിയും ഹൈക്കോടതിയും കണ്ടെക്കുകയാണ്. അതിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടില്ല. അപ്പോൾ അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. വഖഫ് പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല, അത് വിറ്റു. ഒക്കെ അങ്ങനെയാണ് സംഗതി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് 96 ഈ അച്യുതാനന്ദൻ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ, ഇന്ത്യയിലല്ല കേരളത്തിലെ തന്നെയുള്ള ഒരു ഏക്കർ കണക്കിനാണ് 30,000 ഏക്കർ ഭൂമി വെച്ചുകൊണ്ട് കേരള വഖഫ് ബോർഡ്. ഇത് പലരുടെയും കൈവശമാണ്, അന്യാധീനപ്പെട്ടു പോയേക്കാണ്. ഈ അന്യാധീനപ്പെട്ടു പോയ പലരുടെയും കൈവശം ഇരിക്കുകയാണ്. അപ്പോൾ ഈ 1995 ഒരു വഖഫ് നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഒരു വഖഫ് ബോർഡ് നിലവിൽ വന്നു. ദേവസ്വം ബോർഡൊക്കെ പോലെ വഖഫ് ബോർഡ് നിലവിൽ വന്നു. 10 അംഗങ്ങളാണ് വഖഫ് ബോർഡിലുള്ളത്. ഈ 10 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ 4 പേര് ഗവൺമെൻറ് നോമിനികളായിരിക്കും. 2 MLA, ഒരു MP, പിന്നെ ഈ മഹലുകൾ എന്ന് പറഞ്ഞ എല്ലാ മഹലിലും തിരഞ്ഞെടുക്കപ്പെടുന്ന മുത്തവല്ലി എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അവരുടെ കോട്ട 2 പേര്. ഈ ബാർ കൗൺസിലുണ്ട്, കേരള ബാർ കൗൺസിലിൻ്റെ ഒരു നോമിനി. ആ ബാർ കൗൺസിൽ തിരഞ്ഞെടുക്കുന്ന നോമിനി ഒരു മുസ്ലിം ആയിരിക്കണം. ഇവരൊക്കെ മുസ്ലിം ആയിരിക്കും കേട്ടോ. ഇത്രയും പേരടങ്ങുന്ന 10 പേരടങ്ങുന്നതാണ് ഈ ബോർഡ്. ഈ ബോർഡുകൾ കാലാകാലങ്ങളായിട്ട് അവരുടെ മിസ്മാനേജ്മെൻ്റ് ഒക്കെ തന്നെ കൊണ്ട് തന്നെ ഈ പല വസ്തുക്കളും അന്യകൈവശമായിപ്പോയി. ഇപ്പോൾ എറണാകുളം ടൗണിൽ തന്നെ വഖഫ് ബോർഡിൻ്റെ വസ്തുവുണ്ട്. ആ വസ്തുവിൽ കെട്ടിടം പണിത് വേറെ പലരും ഓഫീസ് തുടങ്ങി വക്കീൽ ഓഫീസറൊക്കെ എല്ലാ ഓഫീസും പ്രവർത്തിക്കേണ്ട വാടകയൊക്കെ മേടിക്കണേ ചിലപ്പോൾ വഖഫ് ബോർഡുകാരിലെ വേറെ ആൾക്കാർ, പക്ഷേ പ്രോപ്പർട്ടി വഖഫ് ബോർഡിൻ്റെയാണ്. അതൊക്കെ അന്യാധീനപ്പെട്ടു പോയി. ഈ അന്യാധീനപ്പെട്ടു പോയതൊക്കെ ഈ ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. കഴിഞ്ഞൊരു 19 വർഷം കൊണ്ട് അവർക്ക് താല്പര്യമുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു തുക മേടിക്കും, പിന്നെ വാടക മേടിക്കില്ല, ഏതായാലും അന്യാധീനപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ വലിയ പരാതി വന്നു കഴിഞ്ഞപ്പോൾ 1996 അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഒരു കമ്മീഷനെ വെച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി ഒരു നിസാർ അദ്ദേഹത്തെ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ കേരളത്തിലുള്ള ഈ വഖഫ് പ്രോപ്പർട്ടി അന്യാധീനപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അതിനകത്ത് ഈ മുനമ്പത്തെ 92 ഏക്കർ ഭൂമി ഇപ്പോൾ പറയുന്നുണ്ട്, അത് തിരിച്ചു പിടിക്കണമെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ 600 ഏക്കറാണ് വഖഫിനുള്ളത്. അവിടുത്തെ മുനിസിപ്പാലിറ്റി ഓഫീസ് അടക്കം ഇരിക്കുന്നത് ഈ വഖഫ് പ്രോപ്പർട്ടിയിലാണ്. അതിന് രേഖയുണ്ട്, വഖഫ് പ്രോപ്പർട്ടിയാണത്. പണ്ട് ഏതോ ഒരു മുസ്ലിം കുടുംബത്തിലെ ആൾക്കാർ വഖഫ് ചെയ്താണ്. പക്ഷേ തിരിഞ്ഞുമറിഞ്ഞൊക്കെ ഇപ്പോൾ ആളുകളുടെ ഇപ്പോൾ 600 ഏക്കറാണത്. 600 ഏക്കർ സ്ഥലമാണ്, കൃത്യ റെക്കോർഡുണ്ട്. അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ കേരളത്തിൽ പലയിടത്തും വഖഫ് പ്രോപ്പർട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ നിസാർ കമ്മിറ്റി ജില്ലാ ജഡ്ജി നിസാർ അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ അന്ന് ചർച്ചകളൊക്കെ നടന്നു. പിന്നീട് അത് ഗവൺമെൻറ് ഇടപെട്ടു. അപ്പോഴത്തേക്കും പ്രശ്നങ്ങളായി. അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രോപ്പർട്ടി അന്ന് മുതൽ ഈ 96 മുതൽ ഈ മുനമ്പം ഒക്കെ തന്നെ ലീഗൽ സർക്കിളിൽ വന്നതാണത്. ഇങ്ങനെ ഇത് തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് പിന്നീട് ഒരു വഖഫ് സംരക്ഷണ സമിതി ഉണ്ടായത്. ആ സമിതി കൊണ്ടുവന്നൊരു പരാതി കൊടുത്തു, വഖഫ് ബോർഡിന് കൊടുത്തു, അവർ നോട്ടീസ് അയച്ചു. അങ്ങനെയാണ് ഈ പ്രശ്നം 2022 വീണ്ടും നോട്ടീസ് അയക്കുന്നത്. അന്നത്തെ വഖഫ് ബോർഡിൻ്റെ CEO ഒരു നോട്ടീസ് അയച്ചിട്ട് പറഞ്ഞു ഈ വസ്തു അവർ ഗവൺമെൻറ്റിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തു, ഈ വസ്തു വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗവൺമെൻറ് വഴി സർക്കിൾ തഹസീൽദാർ നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അവരതിന് ശേഷം കരം മേടിക്കേണ്ടത് തീരുമാനിച്ചു. ഇതിന് കരം മേടിക്കേണ്ടതാണ്. കരം മേടിച്ചില്ല എന്താ കുഴപ്പം? നമ്മുടെ കരഞ്ഞത്തിന് രസീതില്ലെങ്കിൽ ലോൺ എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ രണ്ടാമത് നോട്ടീസുകളൊക്കെ വീണ്ടും വരുന്ന അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഈ 24 ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവിടെ സമരം നടക്കുന്നതും കാര്യങ്ങൾ നടക്കുന്നതും. അപ്പോൾ ആ സമയത്താണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഈ വഖഫ് ആക്ടിന് വീണ്ടും ഒരു ബില്ല് വരേണ്ടത്. ആ ബില്ല് വന്നപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രക്ചറിൻ്റെ പേര് തന്നെ മാറ്റി. വഖഫ് പ്രോപ്പർട്ടി മെയിൻ്റനൻസ് അങ്ങനെ ഒരു ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് പുതിയ ഒരു ബില്ല് ഈ ആഗസ്റ്റ് മാസത്തിൽ വന്നു. അപ്പോൾ അത് ആ ആഗസ്റ്റ് മാസത്തിൽ ബില്ല് വന്നു. അപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തിൽ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഈ വഖഫ് ബോർഡുമായിട്ട് അതിനകത്ത് കുറേ അമെൻമെൻറ്റ്സ് ഉണ്ട്.
അതിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു അമെൻമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 95-ലെ 40-ാം വകുപ്പുണ്ടല്ലോ, ഏത് വസ്തുവും നമുക്ക് ബോർഡിന് കയറി റീസൺ ടു ബിലീവ്, അവർക്ക് എന്തെങ്കിലും ഒരു കാരണം, അവർക്ക് റീസൺ, അങ്ങനെ ഒരു റീസൺ ഉണ്ടാവും, അങ്ങനെ ആലോചിക്കാനുള്ളൊരു കാരണം ഉണ്ടെങ്കിൽ അവർക്ക് വഖഫ് വസ്തുവാണെന്ന് ക്ലെയിം ചെയ്യാമെന്നുള്ള ആ വകുപ്പുണ്ട്, 40-ാം വകുപ്പ്. ആ വകുപ്പ് എടുത്തു കളഞ്ഞു. പിന്നെ വേറെ ഓറൽ ആയിട്ട് ചെയ്യാവുന്ന വഖഫിന്, അപ്പോൾ ഓറലായിട്ട് ചെയ്താലും മതി. അപ്പോൾ അയാൾ പറയണം ഞാനത് ഓറലായിട്ട് ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരാൾ പ്രായയാൾ ഞാൻ ഈ വസ്തു വഖഫ് ചെയ്തു എന്ന് പറയുന്നു, പള്ളിക്കാരെ വിളിച്ചു വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഇയാൾ മരിച്ചു, ഇയാളുടെ മക്കൾ ഈ വസ്തു വിറ്റു. കുറേ കഴിയുമ്പോൾ പള്ളിക്കാർ വന്ന് പറയുകയാണ് ഇയാൾ വഖഫ് ചെയ്തിരുന്നതാണ്, ഓറലായിട്ട് ചെയ്തിരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫ് പ്രോപ്പർട്ടിയായി. ആ ഒരു വകുപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പിന്നെ 1995 ശേഷം 2013 ഒരു അമെൻമെൻറ്റ് വരുന്നുണ്ട്. 2013 അമെൻമെൻറ്റ് വരുമ്പോൾ വഖഫ് ബോർഡിനകത്ത് 2 സ്ത്രീകൾ ഉണ്ടായിരിക്കണം എന്നൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 2 സ്ത്രീകൾ ഉണ്ടായിരിക്കണം, മുസ്ലിങ്ങളായിരിക്കണം, അതിനകത്ത് 2 പേര് സ്ത്രീകളായിരിക്കണം. അങ്ങനെ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് 2013. പിന്നെ വേറെ കുറച്ച് അമെൻമെൻറ്റ്സൊക്കെ വന്നു. ഏതായാലും ആ എല്ലാം കൂടി വന്നു കഴിഞ്ഞിട്ട് 95-ലെ ഈ പറയുന്ന ഒരു പരിധി വരെ വേണമെങ്കിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് നമ്മൾക്ക് വ്യാഖ്യാനിക്കാവുന്ന വകുപ്പുകളാണ് ഈ പറയുന്ന 2024 എടുത്തു കളഞ്ഞത്. പക്ഷേ അതിനകത്ത് പെട്ടെന്ന് വിവാദമായത് ഈ വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനകത്ത് മുസ്ലിങ്ങൾ വേണമെന്നില്ല, വേണമെങ്കിൽ നോൺ മുസ്ലിമിനെ, ഇപ്പോൾ ഗവൺമെൻറ് നോമിനികൾ 4 പേരുണ്ട്. അല്ല, ഇപ്പം മുത്തവല്ലി കോട്ടയിൽ നിന്ന് മുസ്ലിമേ വരാമുള്ളൂ. പിന്നെ ഗവൺമെൻറ് നോമിനികൾ 4 പേരുണ്ട്. പിന്നെ ഒരാൾ ഞാൻ പറഞ്ഞില്ല ബാർ കൗൺസിലിനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ബാർ കൗൺസിലിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം, പക്ഷേ അയാൾ മുസ്ലിം ആയിരിക്കണം. പക്ഷേ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ മുസ്ലിം ആവണമെന്നില്ല, ആരെ വേണം നോമിനേറ്റ് ചെയ്യാം, വേണമെങ്കിൽ നിരീശ്വരവാദി നോമിനേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഇപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ആ രീതിക്ക് ചർച്ചകൾ പോയി. സ്വാഭാവികമായിട്ട് ഇപ്പോൾ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, അവിടെ ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ആ വഖഫ് ബോർഡിൽ വരണമെന്ന് പറയുന്നതിൽ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അതൊരു ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് പൊതുവെ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ 2024 അമെൻമെൻറ്റ് നടപ്പാക്കി കഴിഞ്ഞാൽ മുനമ്പം പ്രശ്നം തീരുമെന്നുള്ളതാണ്. അത് തീരില്ല. 2024 ഇപ്പോൾ വരാൻ പോകുന്ന അമെൻമെൻറ്റ് അത് അതേപടി അടുത്ത സെഷനിൽ, വിൻ്റർ സെഷനിൽ വരും. ഡിസംബറിൽ ബില്ല് വരും. അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടേക്കുക. ഒരു 40 പേരടങ്ങുന്ന കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പോകുന്നതാണ് ഇന്നലെയൊക്കെ പത്രവാർത്ത കണ്ടത്. അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരുടെ ഫയൽ ചെയ്യും. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഭൂരിപക്ഷം BJPക്കാണ്. അപ്പോൾ അവർ റിപ്പോർട്ട് ഫയൽ ചെയ്യും. റിപ്പോർട്ടൊക്കെ തന്നെ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് നടപ്പാക്കും. അപ്പോൾ അത് പുതിയ നിയമം നടപ്പാക്കിയാലും അതുകൊണ്ട് ഈ മുനമ്പം ഇഷ്യൂവിൽ അത് പരിഹരിക്കാൻ പോകുന്നില്ല. മുനമ്പം ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂ. ഞാൻ പറഞ്ഞില്ല, ഈ 69 കേസ് കൊടുത്തു, 71 വിധി വന്നു, ഹൈക്കോടതി അപ്പീൽ കൊടുത്തു. അതൊരു വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് കേരള ഹൈക്കോടതി കണ്ടേക്കാണ്. അന്നത്തെ കേസിലൊക്കെ തന്നെ എടുക്കാവുന്ന തർക്കങ്ങളെല്ലാം വളരെ ഒരു നോക്കാതെ നടത്തിയ കേസൊന്നുമല്ല. എല്ലാ തർക്കങ്ങളും എടുത്ത് വളരെ നല്ല രീതിക്ക് തർക്കിച്ച് നടത്തിയ കേസാണ് ഈ സബ് കോടതിയിലും ഹൈക്കോടതിയിലും. പക്ഷേ ഏതായാലും കോടതി കണ്ടേക്കണത് എങ്ങനെയാണ്? പക്ഷേ ഇതൊരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, 950 ഈ വഖഫ് ചെയ്തേക്കണം വഖഫ് ആധാരം അത് വഖഫല്ല, അതൊരു ദാനമാണെന്നുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു നിയമ വിദ്യാർത്ഥിക്ക് പോലും ഇപ്പോൾ അത് ആ രീതിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷ വളരെ അസന്നിഗ്ധമായിട്ട് പറയുന്നത് 950 ആ ആധാരം ഗിഫ്റ്റ് ആണ്, അത് വഖഫല്ല, മുനമ്പം പ്രോപ്പർട്ടി വഖഫല്ല എന്ന് അദ്ദേഹം 1-2 യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വളരെ സ്പെസിഫിക് ആയിട്ട് വന്നു, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പലരും ഞാൻ പറഞ്ഞില്ലേ, ഈവൻ ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് പോലും അവർ പറയുന്നത് ഗിഫ്റ്റാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അവർ വിറ്റത്. അവർ വിറ്റല്ലോ. വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽക്കാൻ പാടില്ല, അതെതിരാണ്, ആ വിൽപ്പന സാധുവല്ല. അപ്പോൾ ഈ 72 ഹൈക്കോടതി വിധി പ്രകാരം വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ട പ്രോപ്പർട്ടി പിന്നീട് അവർ വിറ്റത് നിയമത്തിൻ്റെ മുമ്പിൽ സാധുവല്ല. അപ്പോൾ ഈ പറയുന്ന അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളീ പറഞ്ഞ അവർ കാശ് കൊടുത്ത് മേടിച്ചതാണ്, ഇരട്ടി വില കൊടുത്ത് മേടിച്ചാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമുക്ക് അവകാശമില്ലാത്തൊരു വസ്തു അവർക്ക് ഈ നമ്മുടെ ഫറൂഖ് കോളേജിന് വിൽക്കാൻ അവകാശമില്ലാത്തൊരു വസ്തു അവർ വിറ്റു, അത് നിയമത്തിന് മുമ്പിൽ വാലിഡല്ല, അത് വോയിഡാണ്. അപ്പോൾ അങ്ങനെ വളരെ അപ്പോൾ 2 രീതിക്ക് നമ്മളത്. പക്ഷേ അപ്പോൾ ഇനി സെക്കൻഡ് റൗണ്ട് ലിറ്റിഗേഷൻ വരണം. ആ അന്നത്തെ ഡിവിഷൻ ബെഞ്ച് വിധി സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു റിവിഷൻ കൊടുത്തിട്ട്
ഒരു ഭരണഘടനാ ബെഞ്ചോ ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് ആ പ്രശ്നത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ 1950 ആധാരമൊക്കെ ഇപ്പോൾ എൻ്റെ എല്ലാവർക്കും ലഭ്യമാണത്. ആധാരം ഇപ്പോൾ ലഭ്യമാണ്. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇടാം. എല്ലാവർക്കും വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് വഖഫ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ തിരിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട്. അവർക്ക് അങ്ങനെ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വഖഫല്ല. വഖഫ് എന്ന് പറഞ്ഞാൽ വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. വഖഫ് ചെയ്താൽ പോയി, പിന്നെ ദൈവത്തിൻ്റെ ആയിട്ട് മാറി. വഖഫ് ബോർഡിന് പോലും അത് വിൽക്കാൻ പറ്റില്ല. പരമാവധി വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അവർക്കത് മാനേജ് ചെയ്യാം. ഈ മാനേജ് ചെയ്യാന്നുള്ള ആ ഒരു നിയമത്തിൻ്റെ പഴുത് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവരത് കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുക്കുന്നത്. അത് മാനേജ്മെൻ്റ് ആണല്ലോ. സ്ഥലം കിട്ടി അതിനകത്ത് കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് ഭൂമി മാനേജ് ചെയ്യാമെന്നുള്ള ആ നിയമത്തിൻ്റെ പഴുത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മുനമ്പം ഇഷ്യൂ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതൊരു മനുഷ്യാവകാശ ധാർമ്മിക പ്രശ്നമാണ്. എന്തുകൊണ്ടെന്നാൽ കുറച്ച് ആളുകൾ നിയമത്തെയും ഒക്കെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പണം കൊടുത്ത് വസ്തു മേടിച്ചു. അന്ന് അവർക്ക് അത്രയും പണം കൊടുത്തിരുന്നെങ്കിൽ അത് തൊട്ടിപ്പുറത്ത് വൈപ്പിനില്ലോ പറവൂരോ വേറെ വസ്തു കിട്ടുമായിരുന്നു. അന്ന് ഈ മുനമ്പത്ത് വസ്തു മേടിച്ച പൈസ കൊണ്ട് അതിൽ കൂടുതൽ വസ്തു അവർക്ക് പറവൂര് കിട്ടുമായിരുന്നു. ആ പൈസ കൊടുത്തിട്ടാണ് അവർ സാധാരണ ജനങ്ങൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തോട് ഒരു വൈകാരികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, പിന്നെ കൺവീനിയൻസ്, പിന്നെ കൂടുതലും ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാകുമ്പോൾ കടലിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് അവരുടെ ജീവിതോപാധി അതൊക്കെ നോക്കിക്കൊണ്ടാണല്ലോ അവർ മേടിക്കുന്നത്. അങ്ങനെ മേടിച്ചു. അവർ തെറ്റുകാരെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലീഗലായിട്ട് നോക്കുമ്പോഴോ അതുകൊണ്ടാണ് ഇപ്പോൾ സമസ്ത പോലെയുള്ള സംഘടനകൾ വന്നിട്ട് പറയുന്നത് ഇതൊക്കെ പ്രോപ്പർട്ടിയാണ്. കഴിഞ്ഞ ഡിസ്കഷനിൽ കഴിഞ്ഞ 2022 കഴിഞ്ഞ അസംബ്ലിയിലും ഇതിനെക്കുറിച്ച് ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ലീഗിൻ്റെ KPA മജീദ് പറഞ്ഞു ഇത് വക പ്രോപ്പർട്ടിയാണ്, തിരിച്ചു പിടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കണമെന്നാണ് നിയമസഭ പാസ്സാക്കിയതും തിരിച്ചു പിടിക്കണം തന്നെയാണ്. ഈ മുനമ്പം വസ്തു പിടിക്കണമെന്നാണ്. പക്ഷേ ഈ ഹൈക്കോടതി വിധി തിരിച്ചു പിടിക്കണം. ഇപ്പോൾ അച്യുതാനന്ദൻ ഗവൺമെൻറ് വെച്ച നിസാർ കമ്മിറ്റിയുടെ ഫൈൻഡിങ് എന്താ? തിരിച്ചു പിടിക്കണമെന്നാ. അപ്പോൾ അത് തിരിച്ചു പിടിക്കണം. ഈ വിൽക്കാൻ അത് അവകാശമില്ല. അപ്പോൾ നിസാർ കമ്മിറ്റിക്കും അറിയായിരുന്നു ഇത് വിറ്റ സ്ഥലമാണെന്നുള്ളത്. അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് അത് വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും ആ വിൽക്കാൻ അവകാശമില്ല, വിൽപ്പന സാധുവല്ല എന്നാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ ഈ വസ്തുതകളായിട്ടൊന്നും ആരോടും പറയുന്നില്ല. ഇത് ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒരു യുക്തിവാദിയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഖഫ് എന്നൊക്കെ പറയുന്നൊരു തമാശയാണ്. നമ്മൾ ദൈവത്തിന് ഭൂമി എഴുതി കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുക, അത് ദൈവം അങ്ങനെയൊന്നും ഈ ആധുനിക കാലത്ത് ഈ ഒരു കൺസെപ്റ്റൊക്കെ എത്രയോ പണ്ട് അന്നത്തെ കാലത്ത് ഇസ്ലാം മതം വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വത്താർജിക്കാൻ വേണ്ടി അന്നത്തെ അവരുടെ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ മറവിൽ ഇങ്ങനെ വഖഫ് എന്ന് പറയുന്ന പുതിയൊരു ആശയം ഉണ്ടാക്കി ദൈവത്തിന് സ്വത്ത് കൊടുക്കുക. അങ്ങനെ സ്വത്ത് കൊടുത്തിട്ട് പുണ്യം കിട്ടും. വെറുതെ അല്ല, പുണ്യം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെ 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതോടുകൂടിയിട്ട് സ്വത്തിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നിലപാടുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ അനവധി നിയമങ്ങളുണ്ട്. സ്വത്തെങ്ങനെ വ്യാപരിക്കണം, സ്വത്തിൽ തർക്കങ്ങൾ വന്ന് എങ്ങനെ പരിഹരിക്കണം, സ്വത്തിൻ്റെ ഡിസ്പ്യൂട്ട് വന്നത് എങ്ങനെ പരിഹരിക്കണം, അതിനൊക്കെ പ്രത്യേകം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ട്, പല നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വസ്തു സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതിക്ക് അതിനെ നമ്മളൊക്കെ തന്നെ യൂണിഫോം സിവിൽ കോഡിൻ്റെ വക്താക്കളായതുകൊണ്ട് അതിന് ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു പരിഹാരം കണ്ടെത്തണം. പാർലമെൻറ്റിനെ പറ്റുള്ളൂ. ഇനി കോടതിക്ക് ഉള്ള നിയമം വ്യാഖ്യാനിക്കാൻ അധികാരവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 2024 അമെൻമെൻറ്റ് ആ ഒരു വഖഫ് എന്ന് പറയുന്നത് 1995 നിയമത്തിൻ്റെ സ്പിരിറ്റിന് വിരുദ്ധമാണ്. നമ്മൾ 95 നിയമത്തിൻ്റെ വിരുദ്ധമാണ്. ഇപ്പോൾ 95 നിയമമാണ് ഏത് വസ്തുവാണെങ്കിലും വഖഫാക്കാമെന്ന് ഒരു ക്ലെയിം പറഞ്ഞാൽ മതി. അവർക്ക് റീസൺ ടു ബിലീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു തത്വം ഉണ്ടായാൽ മതി. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ ഈ വ്യവഹാരം ഇത് കോടതിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇത് കോടതി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇതൊക്കെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു നിയമം. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഈ പ്രോബ്ലം ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ബോംബെയിൽ മുകേഷ് അംബാനി ലോകത്തിലെ ഏറ്റവും വലിയ വീട് എത്ര കോടിയാണ്? 16,000 കോടി രൂപ മുടക്കിയാണ് അദ്ദേഹം 2010 പണിതത്. ആൻറ്റീലിയ ആ വീട് വഖഫ് പ്രോപ്പർട്ടിയാണ്. അത് പണ്ടേതോ ഒരു മുസ്ലിം ഫാമിലിപ്പെട്ട ആൾ വഖഫ് ചെയ്ത വസ്തുവാണ്. അതിങ്ങനെ കൈമറിഞ്ഞു വന്നു, അത് മുകേഷ് അംബാനി മേടിച്ചു, അയാൾ വീട് പണിതു. സംഗതി വഖഫാ.
ഒന്നുമില്ല വിട്ടുകളഞ്ഞാൽ പൊളിച്ചു കളയണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരിക്കുന്ന സ്ഥലം പണ്ട് ഏതോ ഒരു മുസ്ലിം രാജാവ് വഖഫ് ചെയ്ത സ്ഥലം, സുപ്രീം കോടതിയും കൂടെ അതിനകത്താണ് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഇതിന് പ്രശ്നങ്ങളുണ്ട്. കാരണം പണ്ട് വടക്കേ ഇന്ത്യയിൽ ഇതിലും കൂടുതൽ കോംപ്ലക്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് സുൽത്താന്മാരൊക്കെ ആയിരുന്നല്ലോ. ഇവരൊക്കെ ഓരോ സമയത്ത് ഓരോ വസ്തു ഇങ്ങനെ വഖഫ് ചെയ്തിട്ടുണ്ട്. ഓരോ പള്ളികൾക്ക് എഴുതി കൊടുത്തേക്കാണ് ഇന്ന വസ്തു. അന്നത് കംപ്ലീറ്റ് ഇപ്പോൾ ഈ ന്യൂഡൽഹി ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം ഗോതമ്പ് വയലുകളായിരുന്നു. കംപ്ലീറ്റ് ഗോതമ്പ്. അത് 1920-കളിലാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ അവിടെ പുതിയ തലസ്ഥാനമാണ് പഴയ ഓൾഡ് ഡൽഹി. ഈ ന്യൂഡൽഹി ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ഗോതമ്പ് പാട. ഒരു വർഷം പോലും ഉണ്ടായിരുന്നില്ല അവിടെ. ഇപ്പോഴത്തെ ന്യൂഡൽഹി മുഴുവൻ 1920-കളിൽ ഗോതമ്പ് വയലാണ്. അവിടെയാണ് പുതിയ സിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ വെറുതെ സ്ഥലമല്ലേ. ചിലപ്പോൾ ഏതെങ്കിലും രാജാവ് കുറേ സ്ഥലം വഖഫ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ നോക്കി കാണില്ല. ഏതായാലും സംഗതി ഇപ്പം അവരുടെ ഈ 995 നിയമപ്രകാരം അവർ ക്ലെയിം ചെയ്യാൻ പറ്റും. ഏതായാലും ഇതാണ് എൻ്റെ അവസ്ഥ. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് കോംപ്ലക്സ് ആയി ഉണ്ടാവും. ഏതായാലും അടിസ്ഥാന പ്രശ്നം ഇതാണ്. ഈ പറഞ്ഞ സ്ഥലം അവർ കാശ് കൊടുത്ത് മേടിച്ചതാണ്. അവർക്ക് വിൽക്കുന്ന സമയത്ത് ഈ ഫറൂഖ് കോളേജിന് അത് വിൽക്കാനുള്ള അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലുള്ള ഹൈക്കോടതി വിധി പ്രകാരം അന്ന് അവർക്ക് അധികാരമില്ല. എന്നുണ്ടെങ്കിൽ ഹൈക്കോടതി അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം. പരിഹാരം ഇപ്പോൾ 2024 അമെൻമെൻറ്റ് ഈ മുനമ്പം ഇഷ്യൂവിനൊരു പരിഹാരമല്ല. മുനമ്പം ഇഷ്യൂ അതിന് മുമ്പേ തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ 95-ലാണ് വഖഫ് നിയമം സ്ട്രെങ്തൻ ചെയ്ത് വരുന്നത്. അതിന് മുമ്പ് 72-ലോ മറ്റേ വിധി വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ആ നിയമങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള ഒരു നിയമപ്രശ്നമാണ്. അപ്പോൾ ഏതായാലും 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഇത് കോടതിക്ക് വിട്ടുകൊടുക്കുക. കോടതിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞ് കോടതി അതിനകത്ത് നിലവിലുള്ള ഈ ഒന്നുകൂടി അത് പരിശോധിച്ചിട്ട് കോടതിക്ക് അത്ര വർഷം പഴക്കമുള്ള റിവ്യൂ ചെയ്യാം. അല്ലെങ്കിൽ അത് കോടതിക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് പാർലമെൻറ്റ് ഇതിന് പുതിയ നിയമം പാസ്സാക്കാം. പാർലമെൻറ്റിലേക്ക് വിടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ആ ഒരു സംഘപരിവാറിൻ്റെ സ്വാധീനം അതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 16-17% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ ഗവൺമെൻറ്റിൽ വിശ്വാസമില്ല. ഇനി അവരത് ഒരു എന്താ പറയുന്നത് ഒരു തുല്യതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസം അവർക്കില്ല. അത് നമുക്കറിയാം. അതുകൊണ്ട് പാർലമെൻറ്റ് ഇതിനകത്തൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വഖഫിനെതിരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുനമ്പത്തെ മാത്രമല്ല ബാധിക്കുകയുള്ളൂ, മൊത്തം പ്രോപ്പർട്ടിയെ ബാധിക്കും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ മുനമ്പം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ മാത്രം ഇഷ്യൂ ആണ്. അത് കേരളത്തിൽ UDF-നെ LDF-നെ ബാധിക്കാൻ പോകുന്ന ഇഷ്യൂ ആണ്. ഇപ്പോൾ കത്തോലിക്ക സഭയും മറ്റുള്ള സഭകളൊക്കെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി വേറെ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേക്കും തീരുമാനിച്ചില്ലെങ്കിൽ സംഗതി പൊളിറ്റിക്കലായിട്ട് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. BJP വളരും, അതൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. ഇതിപ്പോൾ കോടതി വഴി മാത്രമാണ് അതിന് സൊല്യൂഷനുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലുള്ള ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ഒരു ചർച്ചയിൽ കേട്ടത്, ഈ രാജാവ് 1902 എഴുതി കൊടുത്തതിന് ശേഷം പിന്നീട് 40-കളിലോ മറ്റോ അവർക്ക് ജന്മം തീറ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ക്ലെയിമും കൂടി കേട്ടു. പക്ഷേ അതിൻ്റെ വ്യക്തമായിട്ട് രേഖകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല, സോഷ്യൽ മീഡിയയിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ക്ലെയിമും കണ്ടു. അല്ല സാർ, ഈ 950 ഈ സിറ്റിക് സൈഡ് ഇത് കൊടുക്കാനുള്ള അവകാശം എന്താണ്? സിറ്റിക് സൈഡ് സർദാർ സൈഡിന്റെ മകനല്ല. പിന്നെ ഇയാൾക്ക് എന്താ അവകാശം ഇത് ഗിഫ്റ്റ് ചെയ്യാറുള്ള? അത് അവരുടെ ഫാമിലി പ്രോപ്പർട്ടി ആയിട്ട് ഇയാൾക്ക് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല അതൊക്കെ ഈ തിരുവിതാംകൂർ രാജാവ്. പറവൂർ എന്ന് പറഞ്ഞത് കോട്ടയം ജില്ലയുടെ ഭാഗമാണ്. പറവൂർ മുനമ്പം എന്നൊക്കെ പറഞ്ഞാൽ കോട്ടയം ജില്ല, പഴയ കോട്ടയം. ഇത് നമ്മുടെ ഈ പെരുമ്പാവൂരടക്കം, ഞാനൊക്കെ പെരുമ്പാവൂരുകാരാണല്ലോ. പെരുമ്പാവൂരടക്കം ഞങ്ങൾ എറണാകുളം ജില്ലയിലേക്ക് വരുന്നത് 956 മാത്രമാണ്. 56 വരെ ഞങ്ങൾ കോട്ടയം ജില്ലക്കാരാണ്. ആലുവ അടക്കമുള്ള സ്ഥലങ്ങൾ ഇടയ്ക്ക് തിരുക്കൊച്ചി വന്നപ്പോൾ മാറിയിരുന്നു. ഏതായാലും ഈ എറണാകുളം ജില്ല, ഈ പെരുമ്പാവൂരടക്കമുള്ള സ്ഥലങ്ങൾ എറണാകുളം ജില്ലയുടെ ഭാഗമാകുന്നത് 956 നവംബർ 1 തീയതിയാണ്. അതിനു മുമ്പ് ഞങ്ങളുടെ കോടതിയൊക്കെ കോട്ടയം ജില്ലാ കോടതിയാണ്. ഞങ്ങളുടെ ജില്ല കോട്ടയമാണ്. ഇപ്പോൾ 956 മുമ്പുള്ള ആധാരം വായിച്ചു വയ്ക്കുക, ജില്ല എന്നുള്ള ഭാഗത്ത് കോട്ടയം നിന്ന് വരിക. അപ്പോൾ ഇത് മുനമ്പം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജാവ് കൊടുത്തതാണ്. അല്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രേ ഉള്ളൂ. അത് കോഴിക്കോട് ഒരു പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. അത് കുഞ്ഞികൃഷ്ണൻ്റെ വഴി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2013 മുമ്പുള്ളൊരു 2013 വഖഫ് നിയമം ഭേദപ്പെടുത്തിയെന്നല്ലോ. ഈ ഓരോ ഭേദഗതിയിലൂടെയും
ഈ വഖഫ് നിയമങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവന്നവർ വളരെ അത് എതിരീതിക്കാണ് ഞാൻ പറയുന്നത്. എത്രയായാലും അത് കൂടുതൽ ഈ വഖഫ് ബോർഡിന് അനുകൂലമായിട്ടാണ് 95-ലെ 2013 അമെൻമെൻറ്റ് വരുന്നത്. 913 അമെൻമെൻറ്റ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കി. പക്ഷേ ഈ സംഭവം 913 മുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കോടതി പറഞ്ഞു 2013 മുന്നുള്ള സംഭവം ആയതുകൊണ്ട് അതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറഞ്ഞു. 2013-ലെ വിധി അമെൻമെൻറ്റിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന്. അതൊരു സാമാന്യ രീതിയാണ്. എന്നുണ്ടെങ്കിൽ ഒരു സിവിൽ നിയമങ്ങൾ അമെൻഡ് ചെയ്യുമ്പോൾ അതിന് മുൻകാല പ്രാബല്യം പലപ്പോഴും ഉണ്ടാവാറില്ല. അത് അതിന് മുമ്പുള്ള ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് അവർ അത് പ്രകാരം കേസ് കൊടുത്തു. 2013-ലെ അമെൻമെൻറ്റ് പ്രകാരം 2013 മുന്നേ നടന്ന സംഭവത്തിൽ കേസ് കൊടുത്തു. ആ കേസിനകത്ത് മുൻകാല പ്രാബല്യം ഇല്ലാതെ വന്നുള്ളൂ. അതുകൊണ്ട് അല്ലാതെ അതിനൊരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഫലമൊന്നും ഉണ്ടായില്ല. ആ നിയമത്തെ ചലഞ്ച് ചെയ്തിട്ടില്ല. നിയമത്തിൻ്റെ പ്രാബല്യം ആ പർട്ടിക്കുലർ ആ ഒഫൻസ് ക്രിമിനൽ ഒഫൻസാക്കി മാറ്റിയിട്ടുണ്ട്. അത് 2013 മുന്നായതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്തു അത്രേ ഉള്ളൂ. ഇതാണ് അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോലെയുള്ള സംഘടനകളാണ് ഇത് തുറന്നു പറയേണ്ടത്. പക്ഷേ പലരും ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവർ എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയാലും എത്രമാത്രം ഇതുണ്ടാക്കിയാലും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കോടതിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അമെൻമെൻറ്റ് വരുത്തണം. അതിന് സെൻട്രൽ ആക്ട് അമെൻഡ് ചെയ്യണം. തഹസിൽദാരാണ്. തഹസിൽദാർ ഇപ്പോൾ പുതിയ 2013-ലെ അമെൻമെൻറ്റിൽ കളക്ടർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ബോർഡിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. ഈ ബോർഡെന്ന് പറഞ്ഞതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ആ ബോർഡിൻ്റെ മുന്നിലാണ് കേസൊക്കെ നടക്കുന്നത്. ട്രിബ്യൂണലായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ബോർഡിന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ട്രിബ്യൂണൽ തീരുമാനിക്കാം. ട്രിബ്യൂണൽ നേരത്തെ 3 ട്രിബ്യൂണൽ ഉണ്ടായിരുന്നു. കൊച്ചിയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ 2013-ലെ അമെൻമെൻറ്റ് വരുത്തിയിട്ട് 3 അംഗ ട്രിബ്യൂണലാക്കി മാറ്റി. അതിപ്പോൾ കോഴിക്കോടാണ് ഉള്ളത്. 3 അംഗ ട്രിബ്യൂണലിൽ ഒരു ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു മെമ്പർ എന്ന് പറയുന്നത് ADM-ൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു റവന്യൂ ഉദ്യോഗസ്ഥനായിരിക്കും. ഒരാളെന്ന് പറഞ്ഞ ഒരു മുസ്ലിം പണ്ഡിതനായിരിക്കും. അങ്ങനെ 3 പേരാണ് ഇപ്പോഴത്തെ ട്രിബ്യൂണലിലുള്ളത്. ആ ഒരാൾ അത് മാത്രമാണ് മുസ്ലിം ആയിരിക്കും എന്ന് പറഞ്ഞുള്ളൂ. ബാക്കി 2 പേര് മുസ്ലിം ആവണമെന്നില്ല ഈ വഖഫ് ട്രിബ്യൂണലിൽ. പക്ഷേ വഖഫ് ബോർഡിനകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോഴത്തെ രീതി അനുസരിച്ച്. ഇല്ല അല്ല 13-ലുണ്ട്. ഇല്ല 24 പണ്ഡിതനില്ല. അതിനകത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതനില്ല, വേറെ ഗവൺമെൻറ് നോമിനീസ്. അത് ഇപ്പോൾ 13-ലെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ബാർ കൗൺസിലിൽ ഒരാളെ തിരഞ്ഞെടുക്കാം, ഒരു മുസ്ലിമിനെ തിരഞ്ഞെടുക്കാം. പുതിയ 24 അമെൻമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഈ ബാർ കൗൺസിലിന് ഒരാളെ അവർ തിരഞ്ഞെടുക്കും. നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അവർ തിരഞ്ഞെടുക്കും ഒരാളെ. ഇപ്പോൾ ഇവിടെ 24 പേരുണ്ടായത് 2 മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് തിരഞ്ഞെടുക്കാം. ഈ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പോയിട്ട് അവർക്ക് നോമിനേറ്റ് ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഞാൻ അതിൻ്റെ ഫാക്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് വേറൊരു രീതിക്കും പറഞ്ഞിട്ടില്ല. ഇതാണ് അതിൻ്റെ കാരണം. ഇത് ഈ രീതിക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞത് കോടതി വഴിയുള്ള പരിഹാരം അല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ അധികാരത്തിൽ വന്നാൽ ഒരു പക്ഷേ ഒരു അമെൻമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കുറച്ചും കൂടി വിശ്വാസം ഉണ്ടാവും. പക്ഷേ അതിനുള്ള സാധ്യത തൽക്കാലം ഇല്ല. ഇപ്പോൾ അടുത്ത 4 വർഷമെങ്കിലും ഇല്ല. അപ്പോൾ അത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. താങ്ക് യു.